കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ചേർന്നുണ്ടാക്കിയ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ അസംബ്ലി, ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്ന് CR ശങ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഭരണഘടനാ വിദഗ്ധർ, നിയമ വിദഗ്ധർ, നിയമ പണ്ഡിതർ ദിവസങ്ങളോളം ചർച്ച ചെയ്ത്, ഡിബേറ്റ് ചെയ്ത്, സംവാദങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന് രൂപീകരിച്ചൊരു ഭരണഘടനയാണ്. ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒന്നാണ്. ഇന്നും നമ്മൾ എന്തെങ്കിലും ഒരു സംശയം നമുക്കുണ്ടായാൽ നമ്മൾ മത്സരിക്കും ഭരണഘടനയുമായി. ഭരണഘടനയിൽ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഭരണഘടനയുമായി ഒരു മത്സരം ഏർപ്പെട്ടാൽ എല്ലാ മത്സരത്തിലും നമ്മൾ തോറ്റുപോകും. കാരണം ഈ ഭരണഘടനയിൽ എല്ലാം ഉണ്ട്. ഇത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ കുറെ നിയമജ്ഞർ ചേർന്ന് തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമല്ല. അതിനപ്പുറം ഇതിൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യ എന്ന ആശയമാണ്. മനോഹരമായ ആശയമാണ്. ദ ഐഡിയ ഓഫ് ഇന്ത്യ. എന്താണ് ഐഡിയ ഓഫ് ഇന്ത്യ? 5000 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ സംസ്കാരങ്ങളെ, ജീവിത രീതികളെ, ജനപദങ്ങളെ എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത്. ഈ രാജ്യം എല്ലാവരും ഭരിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്, മുഗളന്മാർ ഭരിച്ചിട്ടുണ്ട്, രജപുത്രന്മാർ ഭരിച്ചിട്ടുണ്ട്. മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, അന്ന് അടിമക്കച്ചവടം ഉണ്ടായിരുന്ന കാലത്ത് ഇന്നത്തെ എത്യോപ്യ, അന്നത്തെ അബീസീനിയയിൽ നിന്നും അടിമയായി ഒരു രാജാവ് കൊണ്ടുവന്ന ഒരാൾ ബിജാപൂരിലെ സുൽത്താനായിട്ടുണ്ടെന്നാണ്. അതാണ് രാജ്യം. എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒന്നായിരുന്നു. ആ രാജ്യ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവർ. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരെ വന്ന് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നില്ല. രാജ്യത്തുടനീളം സഞ്ചരിക്കുകയായിരുന്നു, എല്ലായിടത്തും യാത്ര ചെയ്യുകയായിരുന്നു, എല്ലാ വൈവിധ്യങ്ങളെയും കോർത്തിണക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും പറയും, എല്ലാ നദികളും അരുവികളും അവസാനം ഒഴുകി ഒഴുകി ഈ മഹാസാഗരത്തിൽ ചെന്ന് ലയിച്ചു ചേരുന്നത് പോലെ ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെല്ലാം ഒഴുകിച്ചേർന്ന് അവസാനം എത്തിച്ചേരുന്ന മഹാസാഗരമായിരുന്നു ദേശീയ പ്രസ്ഥാനം. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക, അതാണ് ഈ ഭരണഘടനയുടെ കാതൽ എന്ന് പറയുന്നത്. അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമാണത്. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക. നിങ്ങൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരാൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ ഈ ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ പോലും 33 സ്ഥലങ്ങളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ഈ എറണാകുളത്ത്, തൃപ്പൂണിത്തുറയിൽ, ആലുവയിൽ, പറവൂര് എല്ലാം ഗാന്ധി വന്നിട്ടുണ്ട്. വിമാനങ്ങളില്ലാതിരുന്ന കാലത്ത് ഈ കേരളത്തിൽ അന്നുണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകൻ ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ട് സംസാരിച്ചു. അധസ്ഥിത വർഗത്തിന്റെ പടത്തലവനായിരുന്ന അയ്യങ്കാളിയെ ബംഗാരൂരിലെ വസതിയിൽ പോയി ഗാന്ധി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് അദ്ദേഹം എഴുതി എന്നിട്ട് അദ്ദേഹത്തിന്റെ മാസികയിൽ, ഇത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമുള്ള സമരമല്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ തന്നെ നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് നീതി കൊടുക്കാൻ, സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടക്കുന്ന ഒരു സമരമാണിത്. ആ നീതി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ സമരമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി 100 വർഷം മുമ്പ് ഗാന്ധി എത്തി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അദ്ദേഹം പിന്തുണ നൽകി. മധുര ക്ഷേത്രത്തിൽ ദളിത് പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തിന് പിന്തുണ നൽകി. അപ്പൊ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ മൂവ്മെന്റുകളെയും, എല്ലാ പ്രസ്ഥാനങ്ങളെയും നിങ്ങൾ ആരും വേണ്ട, ഞങ്ങൾ മാത്രം മതി, കോൺഗ്രസ് മാത്രം മതി എന്നല്ല അവർ ചിന്തിച്ചത്.
അവരെ കൂടി ചേർത്ത് പിടിച്ചു. നമുക്കറിയാം തുർക്കിയിൽ അന്നത്തെ തുർക്കിയിൽ ഗാലിഫേറ്റ്, ഇസ്ലാമിക ഗാലിഫേറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആസ്ഥാനം തുർക്കിയിലായിരുന്നു. ബ്രിട്ടീഷുകാർ അത് നിർത്തലാക്കി. അപ്പോൾ ഒരു വലിയ പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് തുടങ്ങി, ഖിലാഫത്ത്, ലോകം മുഴുവൻ. ആ ഖിലാഫത്ത് മൂവ്മെന്റിന് ലോകത്താദ്യം പിന്തുണ കൊടുത്ത രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയും പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആയിരുന്നു. കോൺഗ്രസിന്റെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒരുമിച്ച് പോയി. ഞാനിത് വിശദീകരിക്കാൻ കാരണം ഇതാണ് ഐഡിയ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്നുള്ള ആശയം ഇതാണ്. ഈ ആശയമാണ് ഈ ഭരണഘടനയുടെ കാതൽ. അവിടെ ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, അല്ലെ? സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഒന്നുമില്ല, ജാതി മതങ്ങളൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്, തുല്യ അവസരമാണ് നമുക്ക് വരുന്നത്. അപ്പോഴാണ് സംവരണം വന്നു, സംവരണം. അപ്പൊ ചില ആളുകൾ ഉന്നയിച്ചു, നിങ്ങൾ ഒരു സ്ഥലത്ത് പറയുന്നു എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്, എന്നിട്ട് വേറൊരു സ്ഥലത്ത് പറയുന്നു കുറച്ചു പേർക്ക് സംവരണം കൊടുക്കണം. യുക്തി എന്താ ചോദ്യത്തിന്, അല്ലേ? ഒരു സ്ഥലത്ത് പറയുന്നു എല്ലാവരും തുല്യരാണ്, വേറൊരു സ്ഥലത്ത് പറയുന്നു കുറച്ചു പേർക്ക് സംവരണം കൊടുക്കണം. പണ്ഡിറ്റ് നെഹ്റുവാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും തുല്യരാകണം എന്നതൊരു ഡ്രീമാണ്, ഒരു സ്വപ്നം കൂടിയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട കുറെ മനുഷ്യരുണ്ട്. അവരെ നമ്മൾ കൈപിടിച്ചുയർത്തണം. അത് അവർക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, നീതി നിഷേധിച്ചതിന്റെ പ്രായശ്ചിത്തമാണ്, അവരുടെ അവകാശമാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് സംവരണം. പിന്നെ ഒരു സ്ഥലത്ത് ന്യൂനപക്ഷങ്ങൾക്ക്, അല്ലെ, ആർട്ടിക്കിൾ 30 അല്ലേ, മൈനോറിറ്റി റൈറ്റ്സ് അപ്പൊ ചോദിച്ചു, ഇതേ ചോദ്യം വന്നു, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണെന്ന് പറയുന്നു, വേറൊരു സ്ഥലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം കൊടുക്കുന്നു, അതെന്ത് നീതിയാണ്? അപ്പൊ പണ്ഡിറ്റ് നെഹ്റു മറുപടി പറഞ്ഞു, നമ്മളിപ്പോഴുണ്ട്, അവരെ നമ്മൾ സംരക്ഷിക്കും, അവരെ ചേർത്ത് പിടിക്കും. പക്ഷെ ഒരു കാലം വരാം, പ്രവചന ആത്മകമായിരുന്നു നെഹ്റുവിന്റെ വാക്കുകൾ, ഒരു കാലം വരാം ഭൂരിപക്ഷത്തിന്റെ മൃഗീയതയ്ക്ക് മുന്നിൽ അവരുടെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നവരാകരുത് ഒരു ന്യൂനപക്ഷം. ഇവിടെ മൈനോറിറ്റിയാണ്, ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിന്റെ മൃഗീയതയുടെ കാൽച്ചുവട്ടിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നവരാകരുത് ന്യൂനപക്ഷം. ദീർഘവീക്ഷണത്തോടുകൂടി പ്രവചനാത്മകമായ സ്വഭാവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ, അതാണ് വാക്ക്, കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ സംരക്ഷിക്കണം. അതിനാണ് ഈ പ്രൊവിഷൻ. എന്തൊരു വൈഡർ ആംഗിളാണ്, എന്തൊരു വലിയ വിശാലമായ വീക്ഷണമാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലീവ്, ജീവിക്കാനുള്ള അവകാശം. ഞാൻ എപ്പോഴും പറയും, റൈറ്റ് ടു ലീവ് എന്ന് മാത്രമല്ല, അതിനർത്ഥം റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ്. അഭിമാനത്തോടു കൂടി ജീവിക്കാൻ. ഞാൻ ഇന്ത്യക്കാരനാണ്, എന്നോട് ഈ രാജ്യം വിട്ടു പോകാൻ പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഞാൻ ഈ രാജ്യം ഇന്ത്യക്കാരനാണ് എന്ന അഭിമാനത്തോടു കൂടി എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമാണ് അത് നൽകുന്നത്. ഓരോ കാര്യങ്ങൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ, പാർലമെന്റ്, അസംബ്ലി, വിവിധ ജുഡീഷ്യറി, നമ്മുടെ എക്സിക്യൂട്ടീവ്, നമ്മുടെ ലെജിസ്ലേച്ചർ, നമ്മുടെ ജുഡീഷ്യറി, ഇവരൊക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ബാലൻസ് ഓഫ് പവർ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറാതിരിക്കാൻ കോടതിക്ക് കോടതിയുടേതായ അവകാശങ്ങളുണ്ട്, അല്ലെ? ആ കോടതിയുടെ അവകാശങ്ങളിലേക്ക് പാർലമെന്റിന് കയറാൻ പറ്റുമോ? പാർലമെന്റിന്റെ അവകാശങ്ങളിലേക്ക് സുപ്രീം കോടതിക്ക് കടന്നു കയറാൻ പറ്റുമോ? ഇന്ത്യയിൽ ബാലൻസ് ആണ്. എക്സിക്യൂട്ടീവിനുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. നിയമനിർമ്മാണം നടത്തേണ്ടത് ജനങ്ങളുടെ ജനപ്രതിനിധി സഭയാണ്. ആ ജനപ്രതിനിധി സഭ തീരുമാനമെടുക്കുമ്പോൾ അത് അന്തിമമല്ല. അവരൊരു നിയമം പാസാക്കിയാൽ ആ നിയമം ഭരണഘടനയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കണം. ഭരണഘടനയുടെ ചട്ടക്കൂടുകളിലല്ല പാർലമെന്റോ നിയമസഭകളോ നിയമം പാസാക്കുന്നതെങ്കിൽ നിയമപരമായ പരിശോധന നടത്തി അത് റദ്ദാക്കാനുള്ള സ്വാതന്ത്ര്യം
സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഉണ്ട്. അവിടെയാണ് എല്ലാം സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കിയിരിക്കുന്ന, എല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം. ഇന്ന് സുപ്രധാനമായ വിധി ഇന്നലെ ഉണ്ടായി അല്ലെ? ഒരു ഹർജി, മതേതരത്വം അത് മാറ്റണം എന്നുള്ള. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സെക്യുലറിസം ഭരണഘടനയുടെ ഭാഗമാക്കി, നമ്മുടെ പ്രിയാമ്പിളിന്റെ ഭാഗമാക്കി മാറ്റിയത്, ആമുഖത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്. കോടതി പറഞ്ഞു, വിശാലമായ അർത്ഥത്തിൽ ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്. ഇതൊരു തിയോക്രാറ്റിക് നേഷൻ അല്ല, ഇതൊരു മതരാഷ്ട്രമല്ല. ഇത് മതരാഷ്ട്രം ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് സുപ്രീം കോടതി കൊടുത്തത്. ഇത് മതരാഷ്ട്രമല്ല, ഇത് ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ജനാധിപത്യം, മതേതരത്വം എന്ന വാക്കുകൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന മഹിതമായ ആശയത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന മനോഹരമായ വാക്കുകളാണ്. ഈ രാജ്യത്തിന്റെ ഹൃദയഭിത്തിയിൽ ആലേഖനം ചെയ്യപ്പെട്ട വാക്കുകളാണ്. അത് മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ, അത് തകർത്ത് കളയാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ ഹൃദയമാണ് തകരുന്നത് എന്ന സന്ദേശമാണ് ഈ 75ാം ഭരണഘടനാ ദിനത്തിൽ നമുക്ക് നൽകേണ്ടത്. ലോകത്തെല്ലായിടത്തും വലിയ ഏകാധിപതികളായ ഭരണാധികാരികൾ വരികയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകം കണ്ട ഹിറ്റ്ലറെ കണ്ടതുപോലെ, മുസോളിനിയെ പോലെ, സ്റ്റാലിനെ പോലെ, പോൾപോട്ടിനെ പോലെയുള്ള പുതിയ ഏകാധിപതികളായ ഭരണാധികാരികൾ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വരികയാണ്. അന്നുണ്ടായിരുന്നത് പുതിയ രീതിയിൽ ആവർത്തിക്കപ്പെടുകയാണ്. ജനാധിപത്യം തകർക്കപ്പെടുകയാണ്. വംശഹത്യകൾ നടക്കുകയാണ്. ഇഷ്ടമില്ലാത്തവരെ വംശഹത്യ ചെയ്യാൻ ഭൂരിപക്ഷങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ആ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലേക്ക് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി പോകുമ്പോൾ നമ്മളാണ് ഈ ഭരണഘടനയെ സംരക്ഷിച്ച് ഈ രാജ്യത്തിന്റെ ഈ ആശയങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവരെല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടവരാണ്. ഈ ഭരണഘടന സംരക്ഷിക്കേണ്ടവരാണ്. ദൗർഭാഗ്യവശാൽ അവരാളുകളെ ഭിന്നിപ്പിക്കാൻ, തമ്മിൽ ശത്രുക്കളാക്കാൻ, പരസ്പരം പോരടിപ്പിക്കാൻ, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടത്? നമ്മൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിപ്പിച്ചാണ്, ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള വലിയ പ്രഖ്യാപനമാണ് നമ്മൾ നടത്തേണ്ടത്. 125 കൊല്ലങ്ങൾക്ക് മുൻപ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. അന്ന് എല്ലാവരും ഒരുമിച്ചായിരുന്നു. സ്കൾ ഓഫ് ആലംബഗ് എന്ന് പറയുന്ന, ആലംബഗിന്റെ തലയോട്ടി എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിന് അയർലൻഡിൽ നിന്നൊരു തലയോട്ടി കിട്ടുന്ന ഒരു കുറിപ്പും, ഈ തലയോട്ടി ആരുടേതാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം നടത്തുന്ന യാത്രയാണ്. ലണ്ടനിലെ ആർക്കൈവ്സിൽ വന്നു, പിന്നീട് ഡൽഹിയിൽ വന്നു, അവസാനം സിയാദ് കോട്ടിലെത്തി. സിയാദ് കോട്ട് എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആസ്ഥാനമായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം, സിപ്പായി ലഹള, ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞത്. അതിൽ എല്ലാവരെയും അടിച്ചമർത്തി, എല്ലാവരെയും തടവിലാക്കി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ എല്ലാവരെയും രാവിലെ കൊണ്ടുവന്നൊരു മൈതാനത്ത് വെച്ച് വെടിവെച്ചു. അപ്പൊ ആളുകൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ ബന്ധുക്കൾ കാത്തു നിൽക്കും. മുസ്ലിങ്ങൾ അവരുടെ ബന്ധുക്കളുടെ മയ്യത്തെടുത്തു കൊണ്ടുപോയി ഇസ്ലാമിക ആചാരപ്രകാരം സംസ്കരിക്കും. ഹിന്ദുക്കൾ അവരുടെ ബന്ധുക്കളുടെ ശവശരീരം എടുത്തുകൊണ്ടുപോയി ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിക്കും. ഇത് കണ്ടൊരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കലിയളൻ. അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു പീരങ്കി കൊണ്ടുവന്ന് അവിടെ വെച്ച്, ആ പീരങ്കിയുടെ അറ്റത്ത് കുറെ ഹിന്ദുക്കളെയും കുറെ മുസൽമാന്മാരെയും ഒരുമിച്ച് ചേർത്ത് കെട്ടി. എന്നിട്ട് പീരങ്കിക്ക് തീ കൊളുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരുടെയും മൃതശരീരം ആ മൈതാനത്ത് മുഴുവൻ ചിതറി വീണു. ബന്ധുക്കളുടെ ശരീരാവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങാൻ കാത്തുനിന്ന ബന്ധുക്കളെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി. ആരുടേതെന്ന് തിരിച്ചറിഞ്ഞ് എങ്ങനെ കൊണ്ടുപോകും? പക്ഷേ അവർ ഒരു നിമിഷം മാത്രമേ കാത്തു നിന്നുള്ളൂ. അവർ കിട്ടിയ തുണികളിലെല്ലാം ഈ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ വായിക്കൂട്ടി കെട്ടിപ്പൊതിഞ്ഞ്
അവർ കൊണ്ടുപോയി ഒരുമിച്ച് ഹൈന്ദവാചാര പ്രകാരവും ഇസ്ലാമികാചാര പ്രകാരവും സംസ്കാര കർമ്മങ്ങൾ നടത്തി. ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരനോട് പറഞ്ഞത് ഇതാണ്: ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞാലും, ഞങ്ങളുടെ ശവശരീരങ്ങൾ നിങ്ങൾ ചിതറിച്ചു കളഞ്ഞാലും ഞങ്ങളെ വേർപെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം, എന്ന് നമ്മൾ ആലോചിക്കണം. ലോകത്തിന്റെ സംഗീത ചക്രവർത്തിയാണ് ബിസ്മില്ലാ ഖാൻ. ഷെഹനായിയുടെ സംഗീതമുതിർക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗീതജ്ഞൻ. അദ്ദേഹം കാശിയിലാണ് ജീവിച്ചിരുന്നത്. പത്രക്കാരി എന്ന് ചോദിച്ച് ആരെങ്കിലും പോയി കാശിയിൽ ജീവിക്കുമോ? പൗരാണിക നഗരം. നിങ്ങൾ ഡൽഹിയിലേക്ക് വരൂ, നിങ്ങൾ ന്യൂയോർക്കിലേക്ക് വരൂ, നിങ്ങൾ ലണ്ടനിലേക്ക് വരൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പണമുണ്ടാക്കാം, 1000 ഇരട്ടി, നിങ്ങൾക്ക് പ്രശസ്തി നേടാം. അപ്പോൾ ബിസ്മില്ലാ ഖാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വനാഥനെ വിട്ട് എങ്ങോട്ടുമില്ല. ആരാ വിശ്വനാഥൻ? കാശിയിലെ വിശ്വനാഥൻ. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ദൈവമാണ് ശ്രീ പരമേശ്വരൻ. കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം പുണ്യമോചനത്തിനുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ്. എല്ലാവരും കാശിക്ക് പോകുന്നത്. എന്താ കാര്യം? കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങണമെങ്കിൽ ബിസ്മില്ലാ ഖാന്റെ കുടുംബത്തിൽ നിന്ന് വന്ന് ഒരാൾ ഷെഹനായി വായിക്കണം. അപ്പോഴാണ് ആ ഉത്സവം ആരംഭിക്കുന്നത്. അപ്പൊ ഹിന്ദുക്കളും മുസൽമാന്മാരും എത്രമാത്രം ഇടകലർന്ന് ജീവിച്ച ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന മിഷനറിമാർ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചത്, ഇല്ലേ? നമ്മുടെ കേരളത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തിന്റെ നമ്മുടെ കുതിപ്പിന് കാരണം ക്രൈസ്തവ മിഷണറിമാരാണ്. അവര് വന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് ക്രൈസ്തവ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനം കേട്ട് ക്രിസ്തു ശിഷ്യനായ സെയിന്റ് തോമസ് അടക്കമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നുല്ലേ? മാല്യങ്കരയിൽ ഇറങ്ങി ഉള്ള എത്രയോ ചരിത്രമുണ്ട്, വിശ്വാസ ചരിത്രമുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എല്ലാവരും വന്ന് ജീവിച്ച നാടാണ്. അവർ വന്ന് വിദ്യാലയങ്ങൾ തുടങ്ങിയ നാടാണ്. ആ വിദ്യാലയങ്ങളിൽ പട്ടികജാതിക്കാരെ, ദളിതരെ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ദളിതരെ കയറ്റിയില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണ്. പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം കൂടി വേണം എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചവരാ. അങ്ങനെയുള്ള നാടാണ് നമ്മുടേത്. ആ നാടിന്റെ പാരമ്പര്യം ആരാ ഉയർത്തിപ്പിടിക്കേണ്ടത്? നമ്മളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഏകാധിപതികളായ ഭരണാധികാരികൾ അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യ എന്ന ആശയമാണ് എന്ന് പറയേണ്ടത് നമ്മളാണ് എന്ന് മാത്രം വിനയപുരസരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണഘടനാ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഭരണഘടനാ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.